السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ദിവസം ഞാൻ ഹോളണ്ടിലായിരുന്നപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഒരു റീജിയണൽ പത്രത്തിൽ എഴുതുന്ന ജേർണലിസ്റ്റ് അദ്ദേഹം ദേശീയ പത്രത്തിലും ആർട്ടിക്കിൾ എഴുതാറുണ്ട്. എന്നോട് ചോദിച്ചു, അഹ്മദിയ ജമാഅത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്താണോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു അന്താരാഷ്ട്ര ജമാഅത്തിന്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായും അഹ്മദിയ ജമാഅത്ത് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത്. ഇപ്പോൾ ഈ കാര്യം നമ്മുടെ അന്യരും അംഗീകരിക്കുന്നതാണ്. ആരുടെ ദൃഷ്ടിയാണോ ജമാഅത്തിനുമേലുള്ളത്, ഇത് തന്നെയാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യതയ്ക്കുള്ള ഒരു തെളിവ്. ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഉയർന്ന ശബ്ദം ഇന്ന് ലോകത്തിലെ എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അതിന്റെ വ്യതിരിക്തമായ പ്രഭാവം ഒരു സാധാരണ മനുഷ്യന്റെ സ്വപ്നത്തിലും ചിന്തയിലും അഹ്മദിയ ജമാഅത്ത് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ജമാഅത്തായി തീരും എന്ന് ഇല്ലാത്ത സമയത്ത് നാം കാണുന്നു. ഹസ്രത്ത് മസീഹ് മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ദൃഢതയോടുകൂടി തന്റെ ലിഖിതങ്ങളിലും വാക്കുകളിലും അള്ളാഹുവിൽ നിന്ന് വാർത്ത ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലം വരും അഹ്മദിയ ജമാഅത്ത് ലോകത്ത് അറിയപ്പെടും എന്നും അതിന്റെ വ്യാപനം ഒരു അടയാളമായിരിക്കും, അള്ളാഹുവിന്റെ സഹായത്തിനുള്ള തെളിവായിരിക്കും എന്ന് പറയുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയും പ്രകാശിതമായി തിളങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് ഒരവസരത്തിൽ പറഞ്ഞു, അള്ളാഹു ഈ ജമാഅത്തിനെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ ലോകത്ത് വ്യാപിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയും ഉണ്ട്, അവിടുന്ന് പറഞ്ഞു, മെല്ലെ മെല്ലെ അള്ളാഹു ഈ പ്രസ്ഥാനത്തെ ഇത് എല്ലാവരിലും മതീശത്വം പ്രാപിക്കുന്ന വിധത്തിൽ വ്യാപിപ്പിക്കുന്നതായിരിക്കും. ഇന്ന് നിലവിലുള്ള എല്ലാ പരീക്ഷണങ്ങളും ഇല്ലാതായിത്തീരും. അള്ളാഹുവിന്റെ സുന്നത്ത്
എല്ലാ പ്രവർത്തനങ്ങളും പടിപടിയായി നടക്കുക എന്നുള്ളതാണ്. അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ജമാഅത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേഗതയിൽ ഒരു വൃക്ഷവും ഫലം നൽകുന്നില്ല. ഇത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. ഇത് അള്ളാഹുവിന്റെ അടയാളവും ദൃഷ്ടാന്തവും ആണ്. നാം ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ്. തീർച്ചയായും ഹസ്രത്ത് മസീഹെ മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന എല്ലാ അഹ്മദികളും ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഏതുപോലെ അള്ളാഹു 125 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വിദൂരത്തിലുള്ള ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് ഉയർന്ന ശബ്ദത്തെ ലോകത്തിന്റെ കോണുകളോളം വ്യാപിപ്പിച്ചു എന്ന് മാത്രമല്ല, മറിച്ച് മുഖ്ലിസീങ്ങളുടെ ജമാഅത്തും രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അദ്ദേഹത്തോടുള്ള കൂറിലും ആത്മാർത്ഥതയിലും വിശ്വാസത്തിലും പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നു. ആ അല്ലാഹു തന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങയുടെ ഈ വാക്കുകളും പൂർത്തിയാക്കുന്നതായിരിക്കും. അതായത് പരീക്ഷണങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ഈ പ്രസ്ഥാനം എല്ലാവരുടെ മേലും വിജയം വരിക്കുകയും ചെയ്യും. ഇന്ന് നാം ഈ പ്രസ്ഥാനം ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പടിപടിയായുള്ള പുരോഗതി ലോകത്തിന് കാണാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചത്, ഈ ജമാഅത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്താണോ എന്ന്. അന്യർ മറ്റു പല സ്ഥലങ്ങളിലും ഈ ചോദ്യം ഉന്നയിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അഹ്മദിയ ജമാഅത്താണ് വളരെ വേഗത്തിൽ പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്ന ജമാഅത്ത്. എന്നിരുന്നാലും പരീക്ഷണങ്ങളും ഒപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ശത്രുക്കളുടെ ഉദ്ദേശവും ശ്രമങ്ങളും നോക്കുകയാണെങ്കിൽ ഈ പരീക്ഷണങ്ങൾ ഒന്നും തന്നെയല്ല. പിന്നീട് എല്ലാ പരീക്ഷണങ്ങളും അഹ്മദികളുടെ മേൽ അഹ്മദിയത്തിന്റെ പേരിൽ വ്യക്തിപരമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മുഴുവൻ ജമാഅത്തും ഈ പ്രയാസങ്ങളിലൂടെയും പരീക്ഷണങ്ങളുടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, എല്ലാ പരീക്ഷണങ്ങളും മുമ്പത്തേക്കാൾ ഉപരിയായ നിലയിൽ അള്ളാഹുവിന്റെ സഹായങ്ങളുടെ തിളക്കം കാണിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ വന്നിരിക്കുന്ന ഓരോ അഹ്മദിയും അവരുടെ ഉള്ളിൽ നന്ദി പ്രകടനത്തിന്റെ വികാരം ഉണ്ടായെങ്കിൽ ഈ കാര്യത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. അതായത് അവസ്ഥകൾ കാരണം തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഹിജ്റത്ത് ചെയ്തതിനു ശേഷം അള്ളാഹു എത്രയധികം അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതിൽ ബൈഅത്തിനെ കുറിച്ചും ബൈഅത്ത് ചെയ്തവരുടെ സംഭവങ്ങളും ഉണ്ടായിരിക്കും. അത് വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള എതിർപ്പുകൾ എവിടെയെല്ലാം എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു അദ്ദേഹത്തോടുള്ള സഹായത്തിന്റെ ദൃശ്യവും ഏതെല്ലാം വിധത്തിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇത് ഒരു മനുഷ്യന്റെ പ്രവൃത്തിയായിരുന്നുവെങ്കിൽ, മനുഷ്യനാൽ നിർമ്മിതമായ ജമാഅത്തായിരുന്നുവെങ്കിൽ, ജമാഅത്തിനോടുള്ള എതിർപ്പ് ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആരംഭകാലം മുതൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങയെ വിശ്വസിക്കുന്നവരോട് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതേ പെരുമാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ എതിർപ്പുകൾ കാരണം ഈ ജമാഅത്ത് ഇതുവരേക്കും ഇല്ലാതായിത്തീരേണ്ടതായിരുന്നു. ഇതിന്റെ കളവിന്റെ രഹസ്യം വെളിപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ഇത് ഇല്ലാതാവുകയല്ല, മറിച്ച് അള്ളാഹു ഇവിടെ പുരോഗതിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഒരു സദസ്സിൽ പറഞ്ഞു, എതിരാളികൾ എല്ലാവിധത്തിലും എതിർത്തു നോക്കി, എന്നാൽ അള്ളാഹു പുരോഗതി നൽകി. ഇതാണ് സത്യത്തിനുള്ള തെളിവ്. ലോകം
സകല കഴിവും ഉപയോഗിച്ച് ശക്തി ചെലുത്തുകയും എന്നാൽ സത്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. പറയുന്നു, ഇപ്പോൾ നമുക്കെതിരിൽ എതിർപ്പിന്റെ ഏത് മാർഗമാണ് ഉപേക്ഷിച്ചത്? എന്നാൽ അവസാനം അവർക്ക് പരാജയം മാത്രമാണ് ഉണ്ടായത്. ഇത് അല്ലാഹുവിന്റെ അടയാളമാണ്. ഞാൻ പറഞ്ഞതുപോലെ എതിരാളികൾ ശക്തി ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്നും എതിരാളികൾ അരയും തലയും മുറുക്കി എതിർത്തിട്ടും വലിയ വലിയ പണ്ഡിതന്മാർ നമുക്കെതിരിൽ എല്ലാവിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിട്ടും എന്നല്ല ഭരണകൂടങ്ങൾ പോലും അഹ്മദിയത്തിനെ എതിർത്തുകൊണ്ട് ശക്തമായ നടപടികൾ എടുത്തിട്ടും ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകൾ തന്നെയാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് എതിരാളികൾ പരാജയപ്പെടും. ഇത് അള്ളാഹുവിന്റെ അടയാളമാണ്. അള്ളാഹു എപ്രകാരമാണ് അടയാളങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നാം കാണുമ്പോൾ എങ്ങനെയാണ് പിടിച്ചു വലിച്ച് ജനങ്ങളെ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുതം തോന്നുന്നു. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മജ്ലിസിൽ ഒരിക്കൽ ഒരു പരാമർശമുണ്ടായി. ലാഹോറിൽ നിന്ന് ഒരാളുടെ കത്ത് വന്നു. അദ്ദേഹത്തോട് സ്വപ്നത്തിൽ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹം സത്യവാനാണ് എന്നറിയിക്കപ്പെട്ടു. ആ വ്യക്തി ഒരു ഫക്കീറിന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ദാദാ ഗഞ്ച് ബക്ഷ് സാഹിബിന്റെ മക്ബറക്ക് സമീപമാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ആ ഫക്കീറിനോട് പറഞ്ഞു. അപ്പോൾ ആ ഫക്കീർ പറഞ്ഞു, മിർസ സാഹിബിന് ഇത്രയും കാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവാണ്. പിന്നീട് മറ്റൊരു ഫക്കീർ അവിടെ ഉണ്ടായിരുന്നു. സദസ്സുകളിൽ അത്തരത്തിലുള്ള ഫക്കീറുകൾ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, ബാബ, ഞങ്ങൾക്കും ചോദിക്കാൻ അവസരം നൽകിയാലും, അതായത് അള്ളാഹുവിനോട് സത്യം എന്താണ് എന്ന് ഞങ്ങൾക്കും ചോദിക്കാൻ അവസരം നൽകിയാലും. അടുത്ത ദിവസം അയാൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു മിർസ മൗലയാണ് എന്ന്. ആദ്യത്തെ ഫക്കീർ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, മൗലാന എന്നായിരിക്കും പറഞ്ഞത്. അദ്ദേഹം എന്റെയും നിന്റെയും നമ്മെപ്പോലുള്ള എല്ലാവരുടെയും മൗലയാണ്. ഹസ്രത്ത് അഖ്ദസ് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ കാലത്ത് സ്വപ്നവും ദർശനവും വളരെയധികം ഉണ്ടാകുന്നു. അള്ളാഹു ജനങ്ങൾക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് തോന്നുന്നത്. അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശത്തിൽ വെട്ടുകിളികളെപ്പോലെ പറന്നുകൊണ്ടിരിക്കുന്നു. അവർ ഹൃദയത്തിൽ വിശ്വസിക്കുക വിശ്വസിക്കുക എന്നിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് മറ്റൊരു വ്യക്തിയുടെ അവസ്ഥയെ വിവരിച്ചു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ പുസ്തകം എഴുതാൻ ഉദ്ദേശിച്ചു. സ്വപ്നത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഖണ്ഡനം എഴുതാൻ തുനിയുകയാണോ? യഥാർത്ഥത്തിൽ മിർസ സാഹിബ് സത്യവാനാണ്. ഇത് സത്പ്രകൃതക്കാർക്ക് അള്ളാഹു നൽകുന്ന മാർഗദർശനമാണ്. ഇന്ന് തബ്ലീഗിന്റെ മാർഗങ്ങൾ അന്നത്തെ അപേക്ഷിച്ച് വളരെ അധികമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തേക്കാൾ. എന്നിരുന്നാലും സ്വപ്നത്തിലൂടെയും ദർശനങ്ങളിലൂടെയും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന മാർഗദർശനങ്ങൾ ഹൃദയങ്ങൾ തുറക്കുന്നതിൽ അതിന് വലിയ ഒരു പങ്കുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ തബ്ലീഗും നിശ്ചയമായും സ്വാധീനം ചെലുത്തുന്നതാണ്. എന്നാൽ അള്ളാഹു നേരിട്ടും മാർഗദർശനത്തിനുള്ള സംവിധാനം ഒരുക്കുന്നു. ഇന്നും ഇത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ മാർഗദർശനം ഈ മാർഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ബൈഅത്തിൽ ഉൾപ്പെടുന്നവരായി മാറുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമുണ്ടായ അത്തരത്തിലുള്ള ചില സംഭവങ്ങളുടെ ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് ഏതാനും ചിലതാണ് എടുത്തിട്ടുള്ളത്. സ്വപ്നങ്ങളുടെ അള്ളാഹു മാർഗദർശനം നൽകിയവരുടെ സംഭവങ്ങൾ, അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഖാദിയാനിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ ദൂരത്താണിരിക്കുന്നത്. ചിലരാകട്ടെ സന്ദേശം എത്തുന്നതിനുള്ള ഒരു വിധത്തിലുള്ള സംവിധാനവും ഇല്ലാത്ത പ്രദേശങ്ങളിലുള്ളവരാണ്. അള്ളാഹു അവർക്കും മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു. മൗറീഷ്യസിനടുത്ത് ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്, മയോട്ടെ. അവിടെ മുബല്ലിഗ് പര്യടനത്തിനായി പോയി പറയുന്നു,
ഒരനഹ്മദി സുഹൃത്ത് സ്വപ്നത്തിൽ ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. കുറച്ചു കാലത്തിനു ശേഷം അദ്ദേഹത്തിന് MTA കാണാൻ അവസരം ലഭിച്ചു. MTAയിൽ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഉടനെ പറഞ്ഞു, ഈ മഹാത്മാവിനെ തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അങ്ങനെ അദ്ദേഹത്തിന് ഇസ്ലാം അഹമ്മദിയത്തിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തപ്പോൾ ഇത് തന്നെയാണ് സത്യം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. അതുപോലെ തന്നെ ഗിനി കൊനാക്കരി, ഇതും വളരെ വിദൂരത്തിലുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഇവിടുത്തെ പട്ടണത്തിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി സുലൈമാൻ സാഹിബ് ഉണ്ടായിരുന്നു. ഒരു നീണ്ടകാലം അനുഭാവിയായിരുന്നു, എന്നാൽ ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം വന്നു, എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ സംതൃപ്തനാണ്, ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് സംതൃപ്തനായത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ സ്വപ്നം വിവരിച്ചു. ഞാനൊരു വഞ്ചിയിൽ സഞ്ചരിക്കുകയാണ്. ഞങ്ങളുടെ വഞ്ചിക്ക് സമീപം മറ്റൊരു വഞ്ചി മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിലെ യാത്രക്കാർ ഞങ്ങളെ സഹായിക്കാനായി വിളിക്കുന്നു. ഞങ്ങൾ അവരെ സഹായിക്കുന്നു. അങ്ങനെ അവർ ഞങ്ങളുടെ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നു. ഞങ്ങൾ ചുറ്റും ഇരിക്കുന്ന മേശയുടെ അടുത്ത് ഇമാം മഹ്ദി അലൈഹിസ്സലാമും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുടിക്കുന്നതിനായി പാലിന്റെ ഒരു ഗ്ലാസ് നൽകുന്നു. അവർ ഇരിക്കുന്ന ഇടത്ത് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. കുടിക്കാനായി പാലിന്റെ ഒരു ഗ്ലാസ് നൽകുന്നു. പറയുന്നു, ഞാൻ ആ ഗ്ലാസ് വാങ്ങി വയറ് നിറച്ച് പാല് കുടിച്ചു. അതിന്റെ സ്വാദ് അങ്ങേയറ്റം രുചികരമായിരുന്നു. അതിനുശേഷം എന്റെ കണ്ണു തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ജീവിതം നൽകുന്ന പാനീയം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെട്ടകത്തിൽ യാത്ര ചെയ്യുന്നതിലും അങ്ങയിൽ ബൈഅത്ത് ചെയ്യുന്നതിലൂടെയും മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഇതുപോലെ തന്നെ ഐവറി കോസ്റ്റ് ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരു വാസിയാണ് അലാസാനി സാഹിബ്. അദ്ദേഹം ഒരു സ്വപ്നം വീഴിച്ചു. ഞാൻ ഒരു വലിയ ജനക്കൂട്ടം കാണുന്നു. എന്നോട് എന്റെ ഒരു സുഹൃത്ത് പറയുന്നു, ഈ ജനക്കൂട്ടത്തിൽ ഇമാം മഹ്ദിയും ഉണ്ട്. ആകാംക്ഷ കൊണ്ട് ഞാൻ ഇമാം മഹ്ദിയെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്റെ സുഹൃത്ത് എന്നോട് പറയുന്നു, ഇമാം മഹ്ദിയെ കാണുന്നതിനു മുമ്പ് അഹമ്മദിയത്ത് സ്വീകരിക്കുക. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ തന്നെ ബൈഅത്ത് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ജനക്കൂട്ടത്തിന് അടുത്ത് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇമാം മഹ്ദി അലൈഹിസ്സലാമിനെ കാണുന്നു. അദ്ദേഹം തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വപ്നത്തിന് ശേഷം ലിസാൻ തറാവിലെ സാഹിബ് അദ്ദേഹം ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലെ കേരള, സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രദേശമാണ്. ഒരു നവ അഹമ്മദിക്ക് 5 മാസങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തിലൂടെ MTA മുഖേന ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. അവിടത്തെ അയച്ച റിപ്പോർട്ടിൽ നിന്ന് ഇതെഴുതുന്ന അവിടുത്തെ സദർ സാഹിബ് എഴുതുന്നു, അദ്ദേഹം തന്റെ വീട്ടിൽ കേബിളിലൂടെ TV കാണാറുണ്ടായിരുന്നു. അവിചാരിതമായി അദ്ദേഹത്തിന് MTA കാണാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അബ്ദുൽ ഹമീദ് സാഹിബ് അഹമ്മദിയായ ഈ സുഹൃത്ത്, അദ്ദേഹം തരീഖത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട ആളായിരുന്നു. ഒരു പീർ സാഹിബിന് ബൈഅത്ത് ചെയ്തിരുന്നു. പറയുന്നു, MTA കണ്ടുകൊണ്ട് 1-2 മാസം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അദ്ദേഹം തന്റെ വഫാത്തായ പീർ സാഹിബും സിയാറത്ത് ചെയ്യുന്നതായി കണ്ടു. ഈ സ്വപ്നത്തിന് ശേഷം ജമാഅത്തിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം വന്നു. പറയുന്നു, അദ്ദേഹം സദർ സാഹിബിന്റെ അടുക്കൽ വന്നു. ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വാശി പിടിച്ചു. അദ്ദേഹം കൂടുതൽ പഠിക്കാനായി പറഞ്ഞു. പിന്നീട് ജില്ലാ അമീറിന്റെ പക്കൽ പോയി. അദ്ദേഹവും കൂടുതലായി പഠിക്കാനായി പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഖാദിയാനിലെത്തി. അവിടെ വന്ന് ബൈഅത്ത് ചെയ്തു. അതുപോലെ തന്നെ ടുണീഷ് നോർത്ത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഒരു സുഹൃത്ത് ഖാദിർ സാഹിബ് പറയുന്നു, ഞാൻ ജമാഅത്തിന്റെ സ്വാധീനത്തിലായിരുന്നു. എന്നാൽ ബൈഅത്തിലേക്ക് എന്റെ ഹൃദയം എത്തിയിരുന്നില്ല. ബൈഅത്ത് ചെയ്യാൻ തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ഇമാം മഹ്ദിയെ നബിയായിക്കൊണ്ട് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഇതാണ് അടിസ്ഥാന കാര്യം. മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കാര്യം മനസ്സിലായാൽ, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം ഒരു ശരീഅത്തില്ലാത്ത നബിയുടെ വാദമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചതെല്ലാം തന്നെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹം കൊണ്ടും പ്രേമം കൊണ്ടും
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം കൊണ്ടും നബി വരാവുന്നതാണ്. വരാനുള്ള മസീഹി നബിയുടെ സ്ഥാനം കൊണ്ട് തന്നെയാണ് വരേണ്ടത്. ഏതായിരുന്നാലും ഇദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നീട് പറയുന്നു, ഞാൻ തീരുമാനിച്ചു, അള്ളാഹു ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാം തന്നെയാണ് ഇമാം മഹ്ദി എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതായിരിക്കും. പറയുന്നു, ഇതിനിടയ്ക്ക് ഒരു അഹമ്മദി സുഹൃത്തുമായി എന്റെ സംഭാഷണം നടന്നു. അദ്ദേഹം എനിക്ക് ഹദീസിലെ ഒരു ഉദ്ധരണി നൽകി. ഇമാം മഹ്ദിയെ തിരിച്ചറിഞ്ഞതിനു ശേഷവും ബൈഅത്ത് ചെയ്യാത്തവൻ ജഹാലത്തിന്റെ മരണം വരിക്കുന്നതായിരിക്കും. പറയുന്നു, ഈ കാര്യം എന്നിൽ വലിയ സ്വാധീനമുണ്ടാക്കി. അങ്ങനെ ഞാൻ രാത്രിയിൽ ഇസ്തിഖാറ ചെയ്തു. സ്വപ്നത്തിൽ ഞാൻ കണ്ടു, ഞാൻ വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. ഞാൻ ഒരു സ്ഥലത്ത് നിന്നു. അവിടെ എഴുതിയിരുന്നു, ഇന്നി അൻസുറുക യാ അഹ്മദ്. പറയുന്നു, ഈ സ്വപ്നം കണ്ടതിനു ശേഷം ഞാൻ ഉടൻ തന്നെ ബൈഅത്ത് ചെയ്തു. അതുപോലെ തന്നെ മാലി മറ്റൊരു രാജ്യം ഉണ്ട്. അവിടുത്തെ മുബല്ലിഗ് പറയുന്നു, കോലി ബാരി സാഹിബ് എന്നു പേരുള്ള ഒരു സാഹിബുണ്ട്. ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്. വളരെ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന് 2014 ഡിസംബറിൽ ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹം പറയുന്നു, 1964 അദ്ദേഹം ഐവറി കോസ്റ്റിലായിരുന്നപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നത്തിൽ കണ്ടു, 2 വെളുത്ത നിറത്തിലുള്ള വ്യക്തി അദ്ദേഹത്തിന് അടുത്ത് വന്ന് ഇമാം മഹ്ദി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുക. ഈ സ്വപ്നത്തിന് ശേഷം അദ്ദേഹം അത് മറന്നു. സമയം കടന്നുപോയി. ആർമിയിൽ പ്രവേശിച്ചു. ആ കാര്യം മറന്നു. എന്നാൽ 2014 ഒരിക്കൽ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ അഹമ്മദിയ റേഡിയോ ലഭിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ നമ്മുടെ റേഡിയോ വളരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇമാം മഹ്ദിയുടെ ആഗമനത്തെക്കുറിച്ച് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ മാറി. സ്വപ്നം ഓർമ്മ വന്നു. അദ്ദേഹം അള്ളാഹുവിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. മരണത്തിന് മുമ്പ് ഇമാം മഹ്ദിയുടെ ബൈഅത്തിൽ പങ്കാളിയാവാൻ തൗഫീക്ക് ലഭിച്ചു. ഇതിനെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിന് അള്ളാഹു 50 വർഷം മുമ്പ് നൽകിയിരുന്നു. സത്പ്രകൃതക്കാരെ അള്ളാഹു പാഴാക്കിക്കളയുകയില്ല. ഒരു നീണ്ടകാലം കടന്നുപോയതിനു ശേഷവും അള്ളാഹു അദ്ദേഹത്തിന് മാർഗദർശനം നൽകുകയുണ്ടായി. അതേപോലെ തന്നെ സ്വാസിലൻഡ് എന്നത് മറ്റൊരു രാജ്യമാണ്. ഒരു അഹമ്മദി യുവാവ് താഹിർ സാഹിബ് കുറച്ചു മുമ്പ് അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഈ വർഷം റമദാനിൽ 27-ാം രാവിന് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു, ചന്ദ്രൻ അതിന്റെ മുഴുവൻ പ്രകാശവും കൊണ്ട് തിളങ്ങുകയാണ്, അഥവാ പകലിന് തുല്യമാണ്. സ്വപ്നത്തിൽ തന്നെ ഈ അശരീരി ഉണ്ടായി. ഈ പ്രകാശം തന്നെയാണ് നീ നേടിയത്. അതിനെ ഉറച്ച നിലയിൽ പിടിക്കുക. അങ്ങനെ അത് മെല്ലെ മെല്ലെ സ്വാസിലൻഡിൽ വ്യാപിക്കുന്നതായിരിക്കും. സ്വപ്നത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു, ഈ പ്രകാശം കൊണ്ടുള്ള ഉദ്ദേശം അഹമ്മദിയത്താണ്. അത് മെല്ലെ മെല്ലെ മുഴുവൻ ഈ രാജ്യത്തും വ്യാപിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹു തആല. ഈ സ്വപ്നത്തിന് ശേഷം ഈ നവ അഹമ്മദിക്ക് വളരെ വലിയ സ്ഥിരചിത്തത കൈവന്നു. ഇനി മാലിയിലെ തന്നെ മറ്റൊരു സംഭവമാണ്. നാന്ദ്രെ ഗോഗോയിലെ ഒരു ജമാഅത്ത്, ഇവിടെ സയ്യിദ് സാഹിബ് എന്ന പേരുള്ള ഒരു പ്രായമുള്ള ആളുണ്ട്. അഹമ്മദിയത്തിനെ കുറിച്ച് കേട്ടിരുന്നു. എന്നാൽ അഹമ്മദിയത്തിനെ കുറിച്ച് മനസ്സംതൃപ്തി കൈവരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി അദ്ദേഹം 40 രാത്രി ധ്യാനമിരുന്നു. പറയുന്നു, 21-ാമത്തെ ദിവസത്തെ രാത്രി അദ്ദേഹം സ്വപ്നത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം എന്നെയും കണ്ടു. 2 പേരും അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നു. അദ്ദേഹത്തെ തങ്ങളോടൊപ്പം ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം വിവരിക്കുന്നു, ഈ സ്വപ്നം കണ്ടതിനു ശേഷം അദ്ദേഹത്തിന് സംതൃപ്തി കൈവന്നു. അങ്ങനെ അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചു. ആളുകൾ വിചാരിക്കുന്നു ആഫ്രിക്കൻ ആളുകൾ അങ്ങ് വെറുതെ അഹമ്മദിയത്ത് സ്വീകരിക്കുകയാണ്. അവരിൽ സത്യം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ത്വര ഉണ്ടായിരുന്നു. കേൾക്കുന്നു, അത് പഠനവിധേയമാക്കുന്നു. അവർ അഹംഭാവം കാണിക്കാറില്ല. പ്രകൃതം നന്മയുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു അവർക്ക് മാർഗദർശനവും നൽകുന്നു. ദീനിനായി അവരുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് അദ്ദേഹം 4-ാമത്തെ ദിവസം ധ്യാനം ഇരിക്കാൻ തീരുമാനിച്ചത്. മാലിയിലെ തന്നെ മറ്റൊരു സാഹിബ് ഉണ്ട്. ഇദ്ദേഹം മാമ സാജോ സാഹിബ് അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് കേട്ടു. എന്നാൽ ജമാഅത്ത് സത്യമാണോ അല്ലേ എന്ന കാര്യം മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇസ്തിഖാറ ചെയ്തു. ഇസ്തിഖാറയുടെ 3-ാമത്തെ ദിവസം അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. ആ വഞ്ചി വെള്ളത്തിന് മധ്യത്തിലായി മറിയുന്നു. എല്ലാ ആളുകളും മുങ്ങുന്നു. ഇത്രയും ആയപ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് ഒരു കുട്ടി പുറത്തു വരുന്നു. എന്നിട്ട് പറയുന്നു, അഥവാ നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഹമ്മദിയത്ത് സ്വീകരിക്കുക. അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ തന്നെ അഹമ്മദിയത്ത് സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. മറ്റുള്ള മുഴുവൻ ആളുകളും മുങ്ങുന്നു. അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിന് ശേഷം ബൈഅത്ത് ചെയ്തു. അതുപോലെ സിറാലിയൂണിൽ നിന്ന് അബ്ദുൽ സാഹിബ് വിവരിക്കുന്നു, എന്റെ പിതാവ് അഹമ്മദിയായിരുന്നു. ചില വഴി തെറ്റിയവർക്കും ദീനിൽ നിന്ന് ദൂരപ്പെട്ടവർക്കും മാതാപിതാക്കളുടെ ദുആയുടെ ഫലമായോ അതല്ലെങ്കിൽ അവരുടെ തന്നെ ഏതെങ്കിലും നന്മയുടെ ഫലമായിട്ടോ മാർഗദർശനം നൽകുന്നു. പറയുന്നു, എന്റെ പിതാവ് അഹമ്മദിയായിരുന്നു. എന്നാൽ ഞാൻ ചില കാരണങ്ങളാൽ ജമാഅത്തിൽ നിന്ന് ദൂരപ്പെട്ടു പോയി. തബ്ലീഗി ജമാഅത്തിൽ ചേർന്ന് തബ്ലീഗിനായി പോയി. തബ്ലീഗി ജമാഅത്തുകാർ ആഫ്രിക്കയിൽ, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പോകാറുണ്ട്. ഏതായിരുന്നാലും പറയുന്നു, മുബല്ലിഗും എന്റെ പിതാവും വളരെയധികം എനിക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ എന്നിലൊരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. കുറച്ചു കാലത്തിനു ശേഷം ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു, ഒരു വലിയ മനോഹരമായ ഫോട്ടോ ആകാശത്തുണ്ട്. അത് കാലത്തിന്റെ മസീഹ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിന്റെ ഫോട്ടോയായിരുന്നു. അടുത്ത ദിവസം തന്നെ ഞാൻ തബ്ലീഗി ജമാഅത്ത് ഉപേക്ഷിച്ചു. അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ 2-മതും ചേർന്നു. എഴുതുന്നു, അൽഹംദുലില്ലാ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അള്ളാഹു ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സത്യവാനും മഹാത്മാവുമാണ്, അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവനാണ്, മസീഹും മഹദിയുമാണ് എന്ന് പറഞ്ഞു തരുന്നതോടൊപ്പം അങ്ങേക്ക് ശേഷം നിലവിൽ വന്ന ഖിലാഫത്ത് വ്യവസ്ഥിതിയും അള്ളാഹുവിനാൽ സഹായിക്കപ്പെട്ടതാണ്, ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നതിനായി ഖുലഫാക്കളെയും സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് മാർഗദർശനം നൽകുന്നു. നൈജീരിയയിൽ നിന്ന് ഒരു മൗലവി എഴുതുന്നു, മുഹമ്മദ് എന്നുപേരുള്ള ഒരു വ്യക്തി തന്റെ സ്വപ്നം വിവരിച്ചു. അദ്ദേഹം ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിച്ചു. കപ്പൽ മുങ്ങാൻ തുടങ്ങി. ജീവന്റെ പ്രതീക്ഷ അവസാനിക്കാൻ തുടങ്ങിയ ആ സമയത്ത് പെട്ടെന്നൊരു വ്യക്തി കൈ നീട്ടുകയും എന്നെ കരയിൽ കൊണ്ടുവരികയും ചെയ്തു. ഈ അള്ളാഹുവിന്റെ ദാസൻ ആരാണ് എന്നെനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കുറച്ചു കാലത്തിനു ശേഷം ഈ മുഹമ്മദ് എന്നു പേരുള്ള ആളുമായി നമ്മുടെ ഒരു ദായില്ല മുഅല്ലിമും ബന്ധപ്പെട്ടു. ദായിലല്ല അദ്ദേഹത്തിന് MTA കാണിച്ചു കൊടുത്തു. MTAയിൽ അദ്ദേഹം എന്റെ രൂപം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന്റെ ദാസൻ. അങ്ങനെ അദ്ദേഹം തന്റെ മുഴുവൻ കുടുംബത്തോടൊപ്പം അഹമ്മദിയ ജമാഅത്തിൽ ചേർന്നു. ഇതുപോലെ തന്നെ സുഡാനിലെ ആളുകൾ മതകാര്യത്തിൽ വളരെ തീവ്രതയുള്ളവരാണ്. അവിടുത്തെ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അവിടുത്തെ ഡോക്ടർ അമീർ സാഹിബ് ഫോണിലൂടെ തങ്ങളോട് പറഞ്ഞു അദ്ദേഹം ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് അടുത്ത ദിവസം ജുമാ ആയിരുന്നു. അദ്ദേഹം ജുമായിൽ വന്നു. ജുമാ നമ്മോടൊപ്പം നമസ്കരിച്ചു. ബൈഅത്തിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയോടൊപ്പം കണ്ടു. ഹുസൂർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇതുവരേക്കും താങ്കൾ എന്തുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യാതിരുന്നത്? അപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ബൈഅത്ത് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, അവർ എന്നെ ഹസ്രത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസിനോടൊപ്പം കണ്ടു. പറയുന്നു, ഇത് മുഖേന അമീർ സാഹിബിന് ജമാഅത്ത് സത്യമാണ് എന്ന ദൃഢബോധ്യം വന്നു. കാരണം ഭാര്യ ഒരു ഖലീഫയെ കണ്ടു, മകൾ മറ്റൊരു ഖലീഫയെ കണ്ടു. ജമാഅത്ത് സത്യമാണെന്നും ഖിലാഫത്ത് വ്യവസ്ഥിതി സത്യമാണെന്നും ബോധ്യം വന്നു.
അദ്ദേഹത്തിന്റെ ബന്ധം ഒരു സൂഫി കുടുംബവുമായിട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവിടെ ഉള്ള ഒരു മഹാത്മാവ് ഇബ്രാഹിം മജ്സൂബ് സാഹിബ് അദ്ദേഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളും ദർശനങ്ങളും പുലരാറുണ്ട്. ഡോക്ടർ സാഹിബ് പറയുന്നു, അദ്ദേഹം ഈ മജ്സൂബ് സാഹിബിന് ഫോൺ ചെയ്തു ചോദിച്ചു, ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് വഫാത്താവുകയും ചെയ്തിരിക്കുന്നു. താങ്കൾക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിവ് ലഭിച്ചിട്ടില്ലേ? അപ്പോൾ ഡോക്ടർ സാഹിബ് ചോദിച്ചു, ഇപ്പോൾ ഇമാം മഹ്ദിയുടെ 5ാമത്തെ ഖലീഫയാണ്, ഞാൻ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ മജ്ദൂദ് സാഹിബ് പറഞ്ഞു, ബൈഅത്ത് ചെയ്തുകൊള്ളുക. അതിനുശേഷം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ദാദാ ഗഞ്ജ്ബക്ഷ് സാഹിബിന്റെ അടുത്തിരുന്ന ഫക്കീർ മജ്സൂബ് അദ്ദേഹം മാർഗദർശനം നൽകുന്നു. ഇതേപോലെ 120 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് മാർഗദർശനം ലഭിക്കുന്നു. പറയുന്നു, അദ്ദേഹം ഫോൺ ഇതിനുശേഷം തന്റെ ഭാര്യയ്ക്ക് നൽകി. അവർ മജ്സൂബ് സാഹിബിനോട് ചോദിച്ചു, ബൈഅത്ത് ചെയ്യണോ അതോ ആ മാർഗവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണോ ഉത്തമം? അപ്പോൾ മജ്സൂബ് സാഹിബ് പറഞ്ഞു, മനുഷ്യൻ ബൈഅത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടുന്നതല്ല. ഇതുപോലെ ബെനിനിലെ ഒരു സംഭവമാണ്. കൊത്തോനോ പട്ടണത്തിൽ അവിടുത്തെ മുബല്ലിഗ് എഴുതുന്നു, 1 വർഷം മുമ്പ് ബേലൂന എന്നു പേരുള്ള ഒരു നൈജീരിയൻ സുഹൃത്ത് കച്ചവട ആവശ്യാർത്ഥം അവിടെ വന്നു. നമസ്കരിക്കാനായി വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുഹല്ലയിൽ 2 പള്ളികൾ കണ്ട് ഏത് പള്ളിയിൽ പോകും എന്ന ചിന്തയിലായി. ഇവിടെ അള്ളാഹു സ്വപ്നത്തിലൂടെ മറ്റൊരു രൂപത്തിൽ മാർഗദർശനം നൽകുന്നു, പള്ളികൾ കാണിച്ചു കൊടുത്തുകൊണ്ട്. പറയുന്നു, ഞാൻ അനഹമ്മദികളുടെ പള്ളിയിൽ പോയി. 2ാമത്തെ ദിവസം അഹമ്മദികളുടെ പള്ളിയിൽ വന്നു. പറയുന്നു, പിന്നീട് ഞാൻ 2 പള്ളികളെ കുറിച്ചും അറിവ് ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ അഹമ്മദികളെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു. ആളുകളുടെ സംസാരം കണ്ട് ഞാൻ ചിന്തയിലകപ്പെട്ടു. വൃത്തിയുടെ കാര്യത്തിലും ചിട്ടയുടെ കാര്യത്തിലും അഹമ്മദികളുടെ പള്ളിയാണ് വ്യവസ്ഥാപിതമായ നിലയിലുള്ളത്. എന്നാൽ പറയുന്നു, അഹമ്മദികൾ ഇസ്ലാമിന് എതിരാണ് എന്ന്, അവരുടെ നബി വേറെയാണ് എന്ന്. എന്നാൽ എനിക്ക് സമാധാനം അവരുടെ പള്ളിയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ദുആയിൽ മുഴുകി, അല്ലാഹുവേ, നീ എന്നെ സഹായിച്ചാലും ഞാൻ ഈ പ്രദേശത്ത് പുതിയ ആളാണ്. അഹമ്മദികളുടെ പള്ളിയിൽ പോകുമ്പോൾ സമാധാനം ലഭിക്കുന്നു. എന്നാൽ ജനങ്ങൾ പറയുന്നു, അഹമ്മദികൾ മോശമാണ്, കാഫിറുകളാണ്. 2ാമത്തെ പള്ളിയിൽ താല്പര്യമില്ല. ഈ അവസ്ഥയിൽ വീട്ടിൽ തന്നെ നമസ്കരിച്ചു കൊണ്ടിരുന്നു. അവിടെയോ ഇവിടെയോ 2ഇടത്തും പോകുന്നത് ഉപേക്ഷിച്ചു. 2-3 ദിവസത്തിനു ശേഷം എനിക്ക് എന്റെ സ്വപ്നത്തിൽ എന്റെ വീട്ടിലെ 2 സോപ്പുകൾ കാണിച്ചു തന്നു. ഒന്ന് നീല നിറത്തിലുള്ള ജർമ്മൻ സോപ്പായിരുന്നു, മറ്റൊന്ന് ലോക്കൽ സോപ്പായിരുന്നു. പറയുന്നു, സ്വപ്നത്തിൽ തന്നെ എനിക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി തന്നു. നീല നിറത്തിലുള്ള സോപ്പ് കൊണ്ടുള്ള ഉദ്ദേശം നീല നിറത്തിലുള്ള സെഫുകളാണ്. ഉണർന്നതിനു ശേഷം ഞാൻ ചിന്തിച്ചു, ജുമാ ദിവസം അഹമ്മദികളുടെ പള്ളിയിൽ ചുവന്ന നിറത്തിലുള്ള മാറ്റാണ് കണ്ടത്, പച്ച സെഫാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സ്വപ്നം കണ്ടതിനു ശേഷം വീണ്ടും 2 പള്ളികളും പരിശോധിച്ചപ്പോൾ അഹമ്മദിയ പള്ളിയിൽ എനിക്ക് നീല നിറത്തിലുള്ള സഫ കാണാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ അഹമ്മദിയ പള്ളിയിൽ തന്നെ നമസ്കരിക്കാൻ തുടങ്ങി. കൂടുതലായി ദുആയിൽ മുഴുകി. പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഇമാം എനിക്ക് ഒരു പുസ്തകം നൽകിയിരിക്കുന്നു. അതിൽ മനോഹരമായ ഒരുപാട് ഫോട്ടോകളുണ്ട്. അങ്ങനെ ഞാൻ അടുത്ത വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം അഹമ്മദിയ പള്ളിയിലെ ഇമാമിനെ കാണുകയും ഞാൻ ഇസ്ലാം അഹമ്മദിയത്തിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഇത്രയും വാക്കുകൾ കേട്ട് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് 1-2 ദിവസത്തിനകം ഒരു ഗ്രന്ഥം നൽകുന്നതായിരിക്കും. അങ്ങനെ ഏതെങ്കിലും മസ്ലകളെ കുറിച്ചുള്ള ഗ്രന്ഥം എനിക്കത് അയച്ചു തരുന്നതിന് പകരം, മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള ആ ഗ്രന്ഥത്തിന് പകരം, ഹദീസുകളിൽ നിന്നുള്ള തെളിവുകൾ നൽകുന്നതിന് പകരം പുസ്തകം അയച്ചു തന്ന ആൾ നൽകിയ പുസ്തകം വേൾഡ് ക്രൈസിസ് ആൻഡ് പാത്ത് വേ ടു പീസ് എന്നതായിരുന്നു. പറയുന്നു, ഞാൻ അത് തുറന്നപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ സ്വപ്നത്തിൽ കണ്ട അതേ ഫോട്ടോയായിരുന്നു. പറയുന്നു, ഇത് മുഖേന എന്റെ ഈമാൻ കൂടുതൽ വർദ്ധിച്ചു. പിന്നീട് എനിക്ക് ഒരിക്കൽ വിശുദ്ധ ഖുർആൻ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. എന്റെ കയ്യിൽ വീട്ടിലുണ്ടായിരുന്ന ഖുർആൻ അതായിരുന്നില്ല, മറിച്ച് മറ്റൊന്നായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്വപ്നത്തിൽ കാണിച്ചു തന്ന അതേ വിശുദ്ധ ഖുർആന്റെ ഫ്രഞ്ച് തർജുമ ജമാഅത്ത് പ്രസിദ്ധീകരിച്ച് ഞാൻ പള്ളിയിൽ കണ്ടു. ഈ വിധത്തിൽ അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു, അഥവാ സ്വയം അവൻ എന്റെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു,
ഒരു ദിവസം അള്ളാഹു എന്നോട് അർദ്ധനിദ്രാവസ്ഥയിൽ പറഞ്ഞു, 10 കൽപ്പനകളുണ്ട്, അത് വായിക്കുക. സ്വപ്നത്തിൽ തന്നെ എനിക്ക് ആ 10 കൽപ്പനകൾ വായിച്ചു കേൾപ്പിച്ചു തന്നു. അതിന്റെ വാക്കുകൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നാൽ എല്ലാ വിഷയവും എന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിക്കൊണ്ടിരുന്നു. പറയുന്നു, തികച്ചും 3-4 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പള്ളിയിൽ മുറബി സാഹിബുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബയ്യത്ത് എങ്ങനെ ചെയ്യും എന്ന വിഷയത്തിലേക്ക് എത്തിയിരുന്നില്ല. മുബല്ലി സാഹിബ് ഒരു പേജ് നൽകി പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ 10 നിബന്ധനകളുണ്ട്. ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഞാൻ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനായി 10 നിബന്ധനകൾ വായിച്ചപ്പോൾ ഒരുപാട് കരഞ്ഞു. എന്റെ അള്ളാഹു ഏതു വിധത്തിലാണ് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്ത് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തി. പറയുന്നു, ബയ്യത്തിന് ശേഷം എനിക്ക് എല്ലാ ദിവസവും ഒരു പുതിയ അനുഭൂതിയും ആനന്ദവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഈജിപ്തിലെ ഒരു സാഹിബാണ് പറയുന്നു, ഞാൻ 2004 സ്വപ്നത്തിൽ കണ്ടിരുന്നു ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് അടുത്തിരിക്കുകയാണ്. അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു, താങ്കൾ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. പറയുന്നു, അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഖലീഫത്തുൽ മസീഹ് റാബി ആണെന്ന്. മുമ്പ് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്വപ്നത്തിൽ 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ MTA കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിധത്തിൽ അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകി. പറയുന്നു, ഞാൻ നവംബർ 2014 ബയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കണ്ടു ഞാൻ നമസ്കാരക്കൊണ്ട് നിറഞ്ഞ ഒരു പള്ളിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിലേക്ക് നോക്കുകയാണ്. ഞാൻ ഹുസൂറിന്റെ സമീപത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഹുസൂറിന്റെ സ്ഥാനത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ ആയിരുന്നു. അപ്പോൾ അശരീരി വന്നു, ഇത് അബൂബക്കർ സിദ്ദീഖാണ്. ഞാൻ കൂടുതൽ അടുത്തു ചെല്ലുമ്പോൾ ഖലീഫത്തുൽ മസീഹ് അവലിന്റെ സ്ഥാനത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ കാണുമ്പോൾ തന്നെ ദുആക്കായി കൈ ഉയർത്തുന്നു. ഞാനും ദുആയിൽ പങ്കെടുക്കുന്നു. പറയുന്നു, ഞാൻ ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം ഇപ്രകാരം ചെയ്തു: ദുആ സ്വീകാര്യത ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖുലഫാക്കളുടെയും അനുധാവനത്തിലൂടെയായിരിക്കും നടക്കുക. ഇവരാണ് സത്യത്തെ മനസ്സിലാക്കുന്ന സൗഭാഗ്യവാന്മാരായ ആളുകൾ. ഇവരുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നോക്കിക്കൊണ്ട് അല്ലാഹു ഇവർക്ക് മാർഗദർശനം നൽകുന്നു. ഇത്തരത്തിലുള്ള ആളുകളാണ് അവർ. ചില ആളുകളുടെ സ്വപ്നത്തിൽ നിന്ന് ഇത്രമാത്രം വ്യക്തമായ മാർഗദർശനം നൽകുന്നു. മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകുന്നു. തങ്ങളെ ദീനിന്റെ ആലിമീങ്ങളായി മനസ്സിലാക്കുന്നവർ, അവർക്ക് അള്ളാഹു ഈ മാർഗദർശനം നിഷേധിക്കപ്പെട്ടവരായിത്തീരുന്നു. ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നവാഹ്മദികളുടെ മജ്ലിസിൽ ഇരിക്കുകയായിരുന്നു. ആ മഹാത്മാവ് ഈ നവാഹ്മദികളോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. വലിയ വലിയ മൗലവിമാരായിരിക്കുന്നവർക്ക് അല്ലാഹു വാതിലുകൾ അടച്ചു, നിങ്ങൾക്കായി തുറന്നു തന്നു. ഇവിടെ ഇരിക്കുന്ന ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അഹമ്മദികളുടെ മേലും അല്ലാഹുവിന്റെ വലിയൊരു ഔദാര്യമാണിത്. അല്ലാഹു നിങ്ങൾക്കും അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ നമ്മളും അല്ലാഹുവിന്റെ ഈ ഔദാര്യത്തെ സ്മരിക്കേണ്ടതാണ്. ഇതിന് നന്ദി കാണിക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരുണ്ടായിരിക്കാം, അവരുടെ പൂർവ്വപിതാക്കൾ, പിതാമഹന്മാർ ആ മജ്ലിസുകളിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വാക്കുകൾ പറഞ്ഞ മജ്ലിസിൽ ഇരുന്ന ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ മഹാത്മാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യേണ്ടതാണ്. അവർ അല്ലാഹുവിന്റെ ഈ ഔദാര്യത്തെ ഓർത്തുവെച്ചുകൊണ്ട് തങ്ങളുടെ തലമുറകളിൽ അഹമ്മദിയത്ത് നിലനിർത്തി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തിൽ ചേരുന്നവരെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. നമ്മുടെ ജമാഅത്തിനെ തന്നെ നോക്കുക. ഈ എല്ലാവരും നമ്മുടെ എതിരാളികളിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ്. ഓരോ ദിവസവും ബയ്യത്ത് ചെയ്യുന്നവർ അവരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. ഇവരിൽ കഴിവും ഭാഗ്യവും ഇല്ല എങ്കിൽ
എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പുറത്തു വരാൻ സാധിക്കുക? അദ്ദേഹം പറഞ്ഞു, ഒരുപാട് പേരുടെ കത്തുകൾ ഈ വിധത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് ഞാൻ ചീത്ത വിളിക്കാറുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ തൗബ ചെയ്യുകയാണ്. എനിക്ക് മാപ്പ് നൽകിയാലും. ഇന്നും അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇതേപോലുള്ള എതിർപ്പാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇഖ്ലാസിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബയത്തിന് ശേഷം ആത്മാർത്ഥതയിലും കൂറിലും വർദ്ധിച്ചവരായിത്തീരുന്നു. മാലിയിലെ ഒരു മുബല്ലിഗ് സാഹിബ് നമുക്ക് എഴുതുകയുണ്ടായി, ഞങ്ങളുടെ ജമാഅത്തിൽ ഒരു മെമ്പർ സുലൈമാൻ സാഹിബുണ്ട്. ബയ്യത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ സഹോദരന്റെ പക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ സഹോദരൻ ഇപ്പോൾ മുസ്ലിം അല്ല. മുസ്ലിം കുടുംബമായിരുന്നു. ഭാര്യ ഭർത്താവിന്റെ സഹോദരന്റെ പക്കൽ ചെന്നു. ഭർത്താവിന്റെ സഹോദരനോട് പറഞ്ഞു, താങ്കളുടെ സഹോദരൻ അഹമ്മദിയായിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം അല്ല. അദ്ദേഹം അഹമ്മദിയായതുകൊണ്ട് താങ്കൾ ചെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്താലും. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ വലിയ ദേഷ്യം വന്നു. അദ്ദേഹം സുലൈമാൻ സാഹിബിന്റെ അടുത്ത് വന്നു. എന്നിട്ട് അഹമ്മദിയത്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അഥവാ അദ്ദേഹം അഹമ്മദിയത്ത് ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ അതായത് സഹോദരന്റെയും ഇടയിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഏതുവരെ എന്നാൽ നിന്റെ ജനാസയും ഞാൻ നമസ്കരിക്കുന്നതല്ല, അഹമ്മദികൾ തന്നെ നമസ്കരിക്കേണ്ടി വരും. എന്നാൽ സുലൈമാൻ സാഹിബ് സഹോദരനെ ഒന്നുകൊണ്ടും വിലവെച്ചില്ല, സ്ഥിരചിത്തത കാണിച്ചു. അദ്ദേഹത്തിന്റെ എതിരാളിയായ സഹോദരൻ കുറച്ചു കാലത്തിന് ശേഷം റേഡിയോ അഹമ്മദിയ ഈ ഉദ്ദേശത്തോടുകൂടി കേൾക്കാൻ തുനിഞ്ഞു. അഹമ്മദിയത്തിൽ നിന്ന് തന്റെ സഹോദരനെ രക്ഷപ്പെടുത്തും, കേൾക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുകയും ചെയ്യാം. എന്നാൽ കുറച്ചു കാലത്തിനു ശേഷം സ്വയം അദ്ദേഹത്തിന്റെ എതിരാളിയായ സഹോദരന്റെ ഹൃദയം മാറി അദ്ദേഹം ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ ചേർന്നു. അതുപോലെ തന്നെ നമ്മുടെ മുറബി ഇന്ത്യയിൽ നിന്ന് എഴുതുന്നു, ഈ വർഷം ജൂൺ 17 അദ്ദേഹം കത്തെഴുതുന്ന അവസരത്തിൽ ബംഗാൾ സംസ്ഥാനത്തിലെ മുർഷിദാബാദ് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു തബ്ലീഗി മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഈ മീറ്റിംഗിൽ ഗ്രാമത്തിലെ അനഹമ്മദി, പള്ളിയുടെ മേൽനോട്ടക്കാരൻ, പള്ളിയുടെ മുഅസ്സൻ, മറ്റു ചില വിദ്യാസമ്പന്നരും അഹമ്മദികളും പങ്കെടുത്തു. മീറ്റിംഗിന് ശേഷം മസ്ജിദ് കമ്മിറ്റിയുടെ തലവൻ പറഞ്ഞു, എന്റെ സഹോദരപുത്രൻ അഹമ്മദിയാണ്. ഞാൻ എല്ലായ്പ്പോഴും അഹമ്മദിയത്തിനെ വെറുത്തിരുന്നു. അഹമ്മദികൾ മതം ഇല്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അഹമ്മദികൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ. മറ്റുള്ളവർ ഇസ്ലാമിൽ നിന്ന് വളരെയധികം ദൂരത്തിലാണ്. പിന്നീട് ആ ഗ്രാമത്തിൽ 12 ബൈഅത്തുകളും നടന്നു. ഇത് അള്ളാഹുവിന്റെ ജോലിയാണ്, അതവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജമാഅത്തി അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ സംഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢപ്പെടുത്തും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. ഇത് ശത്രുക്കൾക്കിടയിൽ വളർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ്. ഇത് ശത്രുക്കൾക്കിടയിൽ വളർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നു, അവർ വലിയ വലിയ തന്ത്രങ്ങൾ മെനഞ്ഞു, വധശ്രമത്തിന്റെ കേസ് വരെ കൊടുത്തു. എന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വാക്കുകൾ പാഴായി പോകുന്നതല്ല. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, ഈ ജമാഅത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അഥവാ മനുഷ്യകരങ്ങളിൽ നിന്നും മനുഷ്യന്റെ തന്ത്രങ്ങളുടെയും ഫലമായിട്ടുണ്ടായിരുന്നതാണ് എങ്കിൽ മനുഷ്യതന്ത്രങ്ങളും മനുഷ്യന്റെ പ്രതിരോധവും ഇതുവരേക്കും ഇതിനെ തുടച്ചു നീക്കുമായിരുന്നു. മനുഷ്യതന്ത്രങ്ങൾക്ക് എതിരിൽ ഇതിന്റെ വളർച്ചയും പുരോഗതിയും തന്നെ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിനുള്ള തെളിവാണ്. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ശക്തിയെ വർദ്ധിപ്പിക്കുകയും അത്രത്തോളം ഹൃദയം പ്രകാശപൂരിതമായി തീരും. എത്രത്തോളം നിങ്ങൾ അതായത് അഹമ്മദികൾ തങ്ങളുടെ വിശ്വാസ ശക്തിയെ വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഹൃദയവും പ്രകാശിതമായി തീരും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ നിശ്ചയമായും ദൈവീക വചനങ്ങളാണ്. അള്ളാഹുവിന്റെ സഹായം കൂടെയുള്ളവയാണ്. ശത്രുക്കൾക്കിടയിൽ ഈ പ്രസ്ഥാനം വളർന്നു വരുന്നത് നാം കാണുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം നമ്മോട് പറയുകയുണ്ടായി, ഹൃദയത്തെ പ്രകാശിതമാക്കുന്നതിനായി വിശ്വാസ ശക്തിയെ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. തങ്ങളുടെ വിശ്വാസത്തെ സുദൃഢമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മളിൽ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ
വിശ്വാസശക്തി വർദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയം പ്രകാശപൂരിതമാകുന്നുണ്ടോ? ദീനിലേക്ക് നമുക്ക് താൽപര്യമുണ്ടോ? നാം ഇസ്ലാമിക കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ? നാം നമ്മുടെ ആത്മീയവും കർമ്മപരവുമായ അവസ്ഥകളെ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്നുണ്ടോ? ഒരുപാട് സംഭവങ്ങൾ ആളുകൾ എഴുതുന്നു. അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം പുതിയ അഹമ്മദികൾ ആയിട്ടുള്ളവർ അവരുടെ ആത്മീയാവസ്ഥ എവിടെ നിന്ന് എവിടേക്ക് എത്തിയിരിക്കുന്നു, ഞങ്ങളുടെ നമസ്കാരത്തിന്റെ അവസ്ഥ തന്നെ എന്തായി മാറിയിരിക്കുന്നു, ഞങ്ങളുടെ കർമ്മപരമായ അവസ്ഥയിൽ എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ചില സ്ത്രീകൾ തങ്ങളുടെ പുരുഷന്മാരെ കുറിച്ച് എഴുതുന്നു. അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവം പൂർണ്ണമായും മാറിയിരിക്കുന്നു. മുമ്പ് വീടുകളിൽ കുഴപ്പവും കലഹവും ബഹളവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീടുകളിൽ ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കുന്നു. നോക്കുക, എപ്രകാരമാണ് ചിന്തയോടുകൂടി പുതുതായി വരുന്നവർ തങ്ങളെക്കുറിച്ചും തങ്ങളുടെ ദീനിനെക്കുറിച്ചും ചിന്തിക്കുന്നത്, പരിവർത്തനം ഉണ്ടാക്കുന്നത്. ഈ അവസ്ഥ നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് നമ്മുടെ ദീനിയായ അവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനായി പറയുന്നു, വിശുദ്ധ ഖുർആൻ ഓതുക, അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും നിരാശനാവരുത്. വിശ്വാസി അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും നിരാശപ്പെടുകയില്ല. ഇത് നിഷേധികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവർ അള്ളാഹുവിനെ കുറിച്ച് നിരാശപ്പെടുന്നു. നമ്മുടെ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. വിശുദ്ധ ഖുർആന്റെ തർജ്ജമയും വായിക്കുക. നമസ്കാരം ഭംഗിയായി അനുഷ്ഠിക്കുക, അതിന്റെ അർത്ഥവും ഗ്രഹിക്കുക. നിങ്ങളുടെ സ്വന്തം ഭാഷയിലും ദുആ ചെയ്യുക. വിശുദ്ധ ഖുർആനെ ഒരു സാധാരണ ഗ്രന്ഥമായി മനസ്സിലാക്കി പാരായണം ചെയ്യരുത്, മറിച്ച് അതിനെ അള്ളാഹുവിന്റെ കലാമായി മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. നമസ്കാരം ഏതു പ്രകാരമാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിരുന്നത് അതുപോലെ അനുഷ്ഠിക്കുക. ഏതായിരുന്നാലും നിങ്ങളുടെ ആവശ്യവും ലക്ഷ്യവും സുന്നത്തായ ദുആക്ക് ശേഷം തങ്ങളുടെ ഭാഷയിൽ തീർച്ചയായും ആവശ്യങ്ങളും ലക്ഷ്യവും നിങ്ങളുടെ ഭാഷയിൽ ചോദിക്കുക. ഇതിലൊരു തെറ്റും ഇല്ല. ഇതുമൂലം നമസ്കാരം പാഴായി പോവുകയില്ല. പറയുന്നു, ഇന്ന് ജനങ്ങൾ നമസ്കാരത്തെ മോശമാക്കിയിരിക്കുന്നു, നമസ്കരിക്കുകയില്ല, കുത്തിമറിയുകയാണ്. നമസ്കാരം വളരെ പെട്ടെന്ന് കോഴിയെപ്പോലെ കൊത്തിപ്പെറുക്കി അനുഷ്ഠിക്കുന്നു, എന്നിട്ട് അതിനുശേഷം ദുആക്ക് വേണ്ടി ഇരിക്കുന്നു. അനഹമ്മദികളിൽ ഈ ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ നമ്മുടെ ഇവിടെ ശേഷം ദുആ ഉണ്ടാകാറില്ല. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ വളരെ വേഗത്തിൽ നമസ്കരിച്ചു പോകുന്നു. പറയുന്നു, നമസ്കാരത്തിന്റെ യഥാർത്ഥത്തിലുള്ള കഴമ്പ് ദുആയിൽ തന്നെയാണ്. നമസ്കാരത്തിൽ നിന്ന് പുറത്തു വന്ന് ദുആ ചെയ്യുന്നതിലൂടെ ആ യഥാർത്ഥ ലക്ഷ്യം എങ്ങനെയാണ് കരസ്ഥമാക്കാൻ സാധിക്കുക? ഒരാൾ രാജാവിന്റെ സന്നിധിയിൽ പോവുകയും അയാൾക്ക് തന്റെ അവസ്ഥ വിവരിക്കുവാനുള്ള അവസരവും ഉണ്ട്. എന്നാൽ അയാൾ ആ സമയത്ത് ഒന്നും പറയാതിരിക്കുകയും രാജാവിന്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്നു അവിടെ വെച്ചു പറഞ്ഞു, രാജാവിന്റെ സന്നിധിയിൽ വെച്ചൊന്നും പറഞ്ഞില്ല, എന്നിട്ട് സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി തന്റെ അപേക്ഷ സമർപ്പിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുക? നമസ്കാരത്തിൽ ഹൃദയവേദനയോടും ഉള്ളുരുക്കത്തോടും ദുആ ചെയ്യാത്തവരുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട ദുആകൾ നമസ്കാരത്തിൽ ചെയ്യുക, ദുആയുടെ മര്യാദകൾ പൂർണ്ണമായും പാലിക്കുകയും ചെയ്യുക. പറയുന്നു, അല്ലാഹു വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, ദുആയുടെ മര്യാദകളും പഠിപ്പിച്ചു തന്നിരിക്കുന്നു. സൂറ ഫാത്തിഹ ഓതേണ്ടത് നിർബന്ധമാണ്. യഥാർത്ഥത്തിലുള്ള ദുആ നമസ്കാരത്തിനായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് അല്ലാഹു ഈ ദുആയെ ഈ വിധത്തിൽ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ദുആക്ക് മുമ്പ് അല്ലാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇത് മുഖേന അല്ലാഹുവിനു വേണ്ടി ആത്മാവിൽ ഒരു ആവേശവും സ്നേഹവും ഉണ്ടാകുന്നു. അതുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും അല്ലാഹുവിനുള്ളതാണ്. റബ്ബിൽ ആലമീൻ, എല്ലാവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ. അർ-റഹ്മാൻ, കർമ്മമില്ലാതെയും ചോദിക്കാതെയും നൽകുന്നവനാണ്. അർ-റഹീം, പിന്നീട് കർമ്മത്തിനും പ്രതിഫലം നൽകുന്നു, ഈ ലോകത്തും പരലോകത്തും നൽകുന്നു.
പറയുന്നു, മാലിക് യൗമിദ്ദീൻ, എല്ലാ പ്രതിഫലവും അവന്റെ കൈകളിലാണുള്ളത്. നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിന്റെ കൈകളിലാണുള്ളത്. പറയുന്നു, പരിപൂർണ ഏകദൈവവാദി എപ്പോഴായിരിക്കുമാവുക? എപ്പോഴാണോ അള്ളാഹുവിനെ മാലിക് യൗമിദ്ദീനായി അംഗീകരിക്കുന്നത്? പറയുന്നു, ഭരണാധികാരികളുടെ മുമ്പിൽ ചെന്ന് അവരുടെ എല്ലാം അംഗീകരിക്കുക എന്നത് പാപമാണ്. ഭൗതിക ഭരണാധികാരികളുടെ മുമ്പിൽ, ഓഫീസർമാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവരെ എല്ലാമായി മനസ്സിലാക്കുന്നത് പാപമാണ്. ഇത് മുഖേന ശിർക്ക് നിർബന്ധമായി തീരുന്നു. അവരെ അള്ളാഹു ഭരണാധികാരികളാക്കി ഇരിക്കുന്നു, എന്നാൽ അവരോട് ഏതു വിധത്തിലാണ് പെരുമാറേണ്ടത്? അവരെ അള്ളാഹു ഭരണാധികാരികളാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് അവരെ അനുസരിക്കേണ്ടത് നിർബന്ധമാണ്. അള്ളാഹു അവരെ ഭരണാധികാരികളാക്കിയിരിക്കുന്നു, എന്നാൽ അവരെ ഒരിക്കലും ദൈവമാക്കരുത്. അവർ മാത്രമേ നിങ്ങളുടെ ജോലി ശരിയായ രീതിയിൽ ചെയ്യുകയുള്ളൂ എന്ന് വിചാരിക്കരുത്. ചിലർ തങ്ങളുടെ ഓഫീസർമാരുടെ മുമ്പിൽ ഈ വിധത്തിൽ പെരുമാറുന്നു, മുഖസ്തുതി പറയുന്നു. അവർ നഊദു ബില്ലാ ദൈവമാണ് എന്ന നിലയിൽ പറയുന്നു. മനുഷ്യന്റെ അവകാശം മനുഷ്യനും അള്ളാഹുവിന്റെ അവകാശം അള്ളാഹുവിനും നൽകുക. പിന്നീട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ചൊല്ലുക. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നീ നേരായ മാർഗം കാണിച്ചു തന്നാലും, അതായത് നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗം. അവർ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ഷഹീദുകളുടെയും സംഘമാണ്. ഇവരുടെ അനുഗ്രഹം പാരിതോഷികങ്ങളും ചോദിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം പറയുന്നു, നിന്റെ കോപത്തിന് പാത്രമായവരുടെ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാലും അതുപോലെ തന്നെ വഴി പിഴച്ചവരുടെയും. ചുരുക്കത്തിൽ ഇത് സൂറത്തുൽ ഫാത്തിഹയുടെ സംക്ഷിപ്ത തർജുമയാണ്. ഇതുപോലെ മനസ്സിലാക്കി മുഴുവൻ നമസ്കാരത്തിലും തർജുമ പഠിക്കുക. പിന്നീട് ഈ അർത്ഥം ഗ്രഹിച്ച് നമസ്കരിക്കുക. ഇതാണ് നമസ്കരിക്കേണ്ടതിന്റെ മര്യാദ. ഇതുപോലെ തന്നെയാണ് നമസ്കരിക്കേണ്ടത്. എന്നാൽ ചിലർ വളരെ വേഗത്തിൽ നമസ്കരിക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് മനസ്സിലാക്കാനാണ്? പറയുന്നു, വിവിധങ്ങളായ വാക്കുകൾ മനഃപ്പാടമാക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിശ്ചയമായും മനസ്സിലാക്കുക, ഏതുവരെ നമസ്കാരം തത്തയെപ്പോലെ അനുഷ്ഠിക്കുന്നുവോ അതുവരെ മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള തൗഹീദ് വരിക തന്നെയില്ല. ഹൃദയത്തിൽ സ്വാധീനമുണ്ടാവുകയോ പരിപൂർത്തിയിൽ കാര്യം സംഭവിക്കുകയോ ചെയ്യുന്നതല്ല. അള്ളാഹുവിന് സമാനമായി ആരും ഇല്ല എന്ന വിശ്വാസം വെച്ച് പുലർത്തുക. തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടും ഇത് പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യുക. വിശ്വാസമുണ്ടായിരിക്കണം, കർമ്മ ഉണ്ടായിരിക്കണം, വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. അപ്പോഴായിരിക്കും മനുഷ്യൻ ഒരു യഥാർത്ഥത്തിൽ മുഅ്മിനായിത്തീരുക. നാം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഈ അധ്യാപനങ്ങൾ അനുസരിച്ചാണോ നമ്മുടെ കർമ്മങ്ങളും ചിന്താഗതിയും? അഥവാ അല്ല എങ്കിൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമുണ്ട്. പിന്നീട് വരുന്ന സമൂഹങ്ങൾ പുരോഗതി കൈവരിച്ച് നമ്മളെക്കാൾ മുൻകടന്നു പോകുന്നവരായി മാറുമോ? അവർ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി നമ്മളും നമ്മുടെ തലമുറയും പിന്നിലായിപ്പോയി എന്ന് തോന്നുമ്പോഴേക്കും പതിറ്റാണ്ടുകളുടെ ദൂരം തരണം ചെയ്യാനെടുക്കുന്ന വിധത്തിൽ പിന്നിലായി പോകാതിരിക്കട്ടെ. തലമുറകൾക്ക് അടുത്ത തലമുറകളെ ശരിയാക്കാൻ സമയമെടുക്കുന്ന വിധത്തിലാകിത്തീരാതിരിക്കട്ടെ. ഈ ഭൗതികതയിൽ മുങ്ങി നമ്മുടെ തലമുറകൾ ഒരുപാട് പിന്നിലായി പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഈ രാജ്യങ്ങളിൽ വന്ന് കേവലം ഭൗതികതയുടെ പിന്നാലെ മാത്രം പോകാതിരിക്കുക. അള്ളാഹുവിനോടുള്ള കടമകൾ അത് എന്തു തന്നെയായാലും നിറവേറ്റേണ്ടതാണ്, നിർബന്ധമാണ്. നമസ്കാരം എന്തു തന്നെയായാലും അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാണ്. മനസ്സിലാക്കിക്കൊണ്ട് അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാണ്. നമ്മുടെ തലമുറകൾ ഒരുപാട് പിന്നിലായി പോവുകയും പുതുതായി വരുന്നവർ ഈ അനുഗ്രഹങ്ങളുടെ അവകാശികളായി തീർന്നുകൊണ്ട് ഏതൊന്നിനെ കുറിച്ചാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നത്, അവർ തങ്ങളുടെ സ്ഥാനം ഒരുപാട് ഉയർത്തുന്നവരായി തീരുകയും ചെയ്യും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകളിൽ ഒരുപാട് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇതിനായി ഒരുപാട് പരിശ്രമിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇത് മനസ്സിലാക്കുകയും ഇതിനായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണ്. തങ്ങളുടെ വിശ്വാസ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്ന വാക്കിലും ശ്രദ്ധിക്കുക. ഹൃദയത്തെ പ്രകാശിതമാക്കി അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി ഈ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കുന്നവരായി മാറുക. പിന്നിലായി പോയി ഈ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടവരായി തീരാതിരിക്കട്ടെ.
ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമുമായുള്ള ബന്ധം അതൊരിക്കലും മുറിഞ്ഞു പോകാതിരിക്കാനായി പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം അള്ളാഹുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നവരായി തീരട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയോഗ ഉദ്ദേശത്തെ മനസ്സിലാക്കുന്നവരായി തീരട്ടെ. ജമാഅത്തിന്റെ പ്രവർത്തന നിരതമായ സുദൃഢമായ ഒരു ഭാഗമായി തീരട്ടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരായി തീരട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ എപ്പോൾ الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله